കൾച്ചറൽ ഐക്കൺ ഓഫ് ഭൂട്ടാൻ, ടൈഗർ നെസ്റ്റ്, ഭൂട്ടാൻ്റെ സാംസ്കാരിക തിലകക്കുറി. പ്രിയപ്പെട്ടവരെ, ഭൂട്ടാനിലെ ഏറ്റവും പ്രശസ്തമായ ടൈഗർ നെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൈഗർ നെസ്റ്റിൻ്റെ ബേസ്മെൻറ്റ് ഏരിയയാണിത്. ഇവിടെയാണ് പാർക്കിംഗ്. ഇവിടെ നിന്നും 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാക്കിംഗ് സ്റ്റിക്ക് വാടകയ്ക്ക് കിട്ടും. അതുപോലെ കുതിരപ്പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ബിൽഡിങ് ശ്രദ്ധിച്ചു, കണ്ടില്ലേ? ചുമന്ന മണ്ണ് കുഴച്ചുണ്ടാക്കുന്ന മൺകല്ലുകളും അതിനേക്കാൾ കൂടുതലായിട്ട് വുഡും ഉപയോഗിച്ചിട്ടാണ് ഇവരിവിടെ വീട് പണിയുന്നത്. മരത്തിന് തീരെ ക്ഷാമമില്ലാത്തത് കൊണ്ടാകാം ഇവർ കൂടുതലും ഉപയോഗിക്കുന്നത് മരം തന്നെയാണ്. തട്ടിൻ പുറവും പാരപ്പറ്റിൻ്റെ താഴെയും ഒക്കെ മരം കൊണ്ടാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്യുന്നത്. വളരെ അടുത്തു നിന്ന് തന്നെ ഇത് കാണാൻ കഴിഞ്ഞതുകൊണ്ട് ഇത് വീഡിയോയിൽ പകർത്തിയെന്നേ ഉള്ളൂ. മരത്തിൻ്റെ ഒരു ധാരാളിത്തം എല്ലാ വീടുകളിലും ഇവിടെ കാണാൻ കഴിയും. പാറോ വാലിയുടെ മുകൾ ഭാഗത്തുള്ള ക്ലിഫ് സൈഡിലുള്ള കുത്തനെയുള്ള മലഞ്ചെരിവിൽ പണിതുയർത്തിയിട്ടുള്ള നമ്മളെ വിസ്മയിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഈ ടൈഗർ നെസ്റ്റിലേക്കാണ് നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നവർക്ക് ഇവിടെ നിന്നും കുതിരകളെ ലഭിക്കും. അപ്പോൾ ടൈഗർ നെസ്റ്റിലേക്കുള്ള മലകയറ്റം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. നല്ല ഉഷാറിലാണ് എല്ലാവരും. കാലത്ത് തന്നെ 6:00 പുറപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷേ 7 മണിക്കാണ് പുറപ്പെട്ടത്. ബ്രേക്ക്ഫാസ്റ്റ് പാർസലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് യാത്രയാണ്. തുടക്കത്തിൽ തന്നെ അണയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തണുപ്പും ഹൈറ്റും കൂടി ആകുമ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട്. പക്ഷെ നമ്മൾ മുകളിലെത്തും, ഉറപ്പാ. കുതിര റെഡിയാണ്. വേണമെങ്കിൽ തന്നെ പുറത്ത് കയറി പോവാട്ടാ. വലിയ കാശ് കൊടുക്കേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും. 2 വഴികളുണ്ട്. ഒന്ന് നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴി, ഇപ്പുറത്ത് ഈ ഇടത്തെ ഭാഗത്തായിട്ടൊരു വഴി കാണാം. അത് കുതിരകളെ കൊണ്ടുപോകുന്ന വഴിയാണ്. 8ാം നൂറ്റാണ്ടിൽ ഗുരു പത്മസംഭവ വജ്രായന പ്രാക്ടീസ് ചെയ്യുകയും ശിഷ്യരെ പഠിപ്പിക്കുകയും ചെയ്ത ഗുഹാക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നീട് 16ാം നൂറ്റാണ്ടിലാണ് അവിടെ ഡീസോങ് അല്ലെങ്കിൽ അമ്പലം പണിതുയർത്തിയത്. സൈപ്രസ് മരങ്ങളും പൈൻ മരങ്ങളും നിറഞ്ഞ വനത്തിലൂടെയാണ് നമ്മളുടെ യാത്ര. അത്യാവശ്യം കിതയ്ക്കുന്നുണ്ടെങ്കിലും നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. നോക്കൂ, ഞാൻ എത്ര ഫ്രഷാണെന്ന് നോക്കൂ. ഇത്രയും കയറിയിട്ടും ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകുമ്പോൾ അത് നമ്മൾ ശരിക്കും ഫ്രഷായിരിക്കും. നോ ഡൗട്ട്. എന്താ ഹൗ ബ്യൂട്ടിഫുൾ ദിസ് പ്ലേസ്. ലുക്ക്, നോക്കൂ. ഇതിന് മേലെ ഉണ്ടല്ലോ, മേലെ മരങ്ങളിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട നല്ല കാഴ്ചയല്ലേ ഇത്. മേലെ മുഴുവൻ മരം പൊതിഞ്ഞ് നിൽക്കുകയാണ്. സൂര്യപ്രകാശം വളരെ കുറവേ വരുന്നുള്ളൂ. ഇത് നല്ല വ്യൂ ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. നമുക്കിവിടെ വെള്ളം വീഴുന്നൊരു സ്ഥലമുണ്ട്, അരുവിയാണ് ഇത്. അപ്പുറത്തുനിന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കുഴൽ വെച്ചിട്ട് ഇങ്ങോട്ട് കടത്തി വിട്ടിരിക്കുകയാണ്. ഒരു പൈപ്പ് വെച്ചിട്ട് എന്തായാലും തൊട്ട് നോക്കാം. രവി സാറ് തൊട്ട് നോക്കി, നല്ല തണുപ്പുണ്ടോ എന്ന് നോക്കാം. വാ, കുഴപ്പമില്ല, നല്ല തണുപ്പുണ്ട്. കൈ കോച്ചും തണുപ്പാട്ടാ. കൊള്ളാം. ഇവിടെ സ്റ്റെപ്പ് കെട്ടിയിരിക്കുന്നത് കല്ലുകൊണ്ടല്ല, വുഡ് വെച്ചിട്ടാണ്. ഇവിടെ വുഡൻ സ്റ്റെപ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രോസ് ചെയ്തിട്ട് കണ്ടില്ലേ? കാരണം ഒരുപാട് മരമുണ്ട് ഇവിടെ, അതുകൊണ്ടാണ്. പാവം കുതിരകളുണ്ടോ. ഒരു ദിവസം അവർ എത്ര കുന്ന് കയറുന്നു നോക്കിയാൽ.
ആ അവർ കഴുതനെയും കൊണ്ട് പോവാണ്. പാവം കുതിരാസ്. ഷോ കുറച്ച് നേരം ഇരുന്നു വഴിയിൽ നിന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ട് ഈ കാഴ്ച കണ്ടിട്ടേ. ഇത് നല്ല തണുപ്പുണ്ടേ, അതുകൊണ്ട് നല്ല ഈ പറഞ്ഞ പോലെ ഇതിൽ അണയ്ക്കുന്നുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. കയറി വന്നപ്പോഴുള്ള ഉഷാറൊന്നും ഇപ്പോൾ കാണാനില്ല. ഇനി മേലെ ചെല്ലുമ്പോഴാണ് ഒരു സന്തോഷമൊക്കെ തോന്നുക. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടൈഗർ നെസ്റ്റ് കാണാൻ കഴിയും. പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് എനിക്ക് കാണാൻ കഴിയും. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാനായിട്ട് നോക്കാം. കണ്ടോ ഒരു വെളുത്ത, അതാണ് നമ്മുടെ ടൈഗർ നെസ്റ്റ്. ഇനി അവിടേക്ക് എത്തണം, ആ നെസ്റ്റിലേക്ക്. ബഹത്ത് ദൂരെ ഇതർസെ. ഇവിടെ ബോർഡ് കണ്ടോ, 2018 ഇതിന് 103 വർഷം പഴക്കമുണ്ടെന്ന് പറയുന്നത്. 30.7 cm ഡയാമീറ്റർ അറ്റ് ബ്രസ്റ്റ് ഹൈറ്റ്. ഓക്കെ, ഇതാണ് ഈ മരത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത്രയും പഴക്കമുള്ള ഈ മരത്തിനെ ഒന്ന് കണ്ടാലും. ഇവിടെ ജൈവ വൈവിധ്യം വളരെ കൂടുതലാണ് കേട്ടോ. ഇതൊരു പ്രത്യേകതരം ഇലയുള്ള ഒരു ചെടിയാണ്. അത് കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ്. 8-ാം നൂറ്റാണ്ടിലെ ടിബറ്റിലെ ചക്രവർത്തിയുടെ മുൻ ഭാര്യ ഗുരു റിംപോച്ചയുടെ ശിഷ്യത്വം സ്വീകരിച്ചു. റിംപോച്ച എന്ന് പറഞ്ഞാൽ പത്മസംഭവ, ഗുരു പത്മസംഭവയുടെ ശിഷ്യത്വം സ്വീകരിച്ചിട്ട് ഒരു പെൺ കടുവയായിട്ട് മാറി, ഫ്ലൈയിങ് ടൈഗ്രസ്. ഈ യഷെ എന്ന് പേരുള്ള ഈ പെൺകടുവ ഗുരുവിനെയും ചുമന്നുകൊണ്ട് പറന്നു എന്ന് പറയുന്നത്. ഇവിടെ ഈ കുത്തനെയുള്ള ഈ മലഞ്ചെരുവിൽ ഈ ക്ലിഫ് സൈഡിൽ വന്ന് ടാക്സാങ് എന്നറിയപ്പെടുന്ന ഈ ഗുഹയിലെത്തി എന്നാണ് ഇവരുടെ വിശ്വാസം. നോക്കണേ, ഒരുപാടുണ്ടേ കയറി പോകാനായിട്ട്. ഇത് അവസാനിക്കുന്നില്ല. അന്തമറ്റ് കിടക്കുകയാണ്. ശരിക്കും എനിക്ക് വയ്യാണ്ടായി. വെരി ടയേർഡ്. Taking a long breath. I need more oxygen. ഒരു പെൺകടുവ എന്നെയും കൊണ്ട് മുകളിലേക്ക് പറന്നു പോയാൽ മതിയായിരുന്നു. യാഷേ, പെൺപുലി വരൂ വരൂ. ഇവിടെ നല്ല വ്യൂ ആണ്. ഇവിടുന്ന് നെസ്റ്റിലേക്ക് നോക്കുക എത്ര അകലെയാണ്. അവിടെ എത്താനായിട്ട് ഒരുപാട് സമയമുണ്ട്. ആ കാണുന്ന മലഞ്ചെരുവിലെ ടൈഗർ നെസ്റ്റിലാണ് ഗുരു പത്മസംഭവ മെഡിറ്റേഷൻ ചെയ്തത്. ഗൈഡ് അദ്ദേഹം ഇതെടുത്ത ഒരു ചെറിയ റെസ്റ്റ് പ്ലേസ് ആണ്, കഫറ്റേരിയ, ടാക്ഷാങ് കഫേ. അതിൻ്റെ ഗേറ്റാണിത്. പകുതി വഴി നടന്നോന്ന് അറിയില്ല. എന്തായാലും ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. ഇനി ഇതിന് ശേഷം കുറച്ചും കൂടി കുത്തനെയായിട്ടുള്ള മലകയറ്റമാണെന്നാണ് പറയുന്നത്. എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കഫറ്റേരിയയിൽ വന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പാക്ക് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന്. അത് ഇവിടെ വെച്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ കുറച്ചും കൂടി എനർജി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ. ഓക്കെ. മുട്ടയുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എനർജി കൂടുതൽ കിട്ടുമെന്ന് ബാബുവിൻ്റെ അഭിപ്രായം. ഗുരു റിംപോച്ചെ ശിഷ്യരെ പഠിപ്പിച്ച ഈ സ്ഥലമുണ്ടല്ലോ, മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ പഠിപ്പിച്ച ഈ സ്ഥലം, ഇത് വളരെ പരിശുദ്ധമായിട്ടാണ് ഭൂട്ടാനീസ് കാണുന്നത്. 1692 ടെൻസിൻ റാബ്ജെ ഇവിടെ ടെമ്പിൾ പണിതത്. ഈ കഫറ്റേരിയയിൽ കാണുന്ന മരം കണ്ടില്ലേ നിങ്ങൾ?
മേലെ ഫുള്ള് തട്ടടിച്ചിരിക്കുകയാണ്. സൈഡിൽ വിൻഡോ മൊത്തം ബിൽഡ് ചെയ്തിരിക്കുന്നത് വുഡിലാണ്, വുഡൻ വിൻഡോസ്. പിന്നെ ഈ പില്ലറ് ഫുള്ള് ഇതിപ്പോൾ മേലെ നോക്കി കഴിഞ്ഞാൽ ലൈറ്റ് മാത്രമാണ് മരം ഇല്ലാത്തുള്ളൂ. അതുപോലെ ഇവിടെ വുഡൻ അലമാര, ഇവിടെ വുഡൻ അലമാര കണ്ടോ, ഫുള്ള് ഇതാണ് മരമാണ്. ഇവിടെ ഇഷ്ടംപോലെ മരം കിട്ടുന്നതുകൊണ്ടാണ് ഇതിന് ചെയ്യുന്നത്. എന്നിരുന്നാലും നമുക്കിത് കാണുമ്പോൾ ഭയങ്കര കൗതുകം. ഏതോ ഒരു മരം പൂത്തുലഞ്ഞു നിൽക്കുന്നു. നല്ല ഭംഗിയുണ്ട്, ചുവന്ന പൂക്കൾ. ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഇവിടെ നിന്നിട്ട് ആളുകൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇവിടെ വന്നാലും നെസ്റ്റിൻ്റെ വ്യൂ കിട്ടുന്നു. പാരോയിൻ്റെ ഈ വാലി അല്ലെങ്കിൽ താഴ്വാരത്തിൽ നിന്നും 10,250 ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഇത്ര ഇതിന്, അല്ലെങ്കിൽ 3,120 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അവിടേക്ക് നടന്ന് തന്നെ എത്തണം കേട്ടോ. എല്ലാ മലയിടുക്കിലും മലഞ്ചെരിവിലും കാണുന്ന ഒരു കാഴ്ചയാണിത്. ഇവിടെ ഇനിയുള്ള കല്ലുകളൊക്കെ പറക്കി വെച്ച് അതിന് മേലെ ഇവിടെ വിശ്വാസപ്രകാരമുള്ള ഒരു സ്തൂപമൊക്കെ, ഇങ്ങനെ ചെറിയ സ്തൂപത്തിൻ്റെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. മാർച്ച് മാസത്തിലോ അതല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലോ ഒക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഫെസ്റ്റിവൽ, സച്ചിൻ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇത് നോക്കിയാൽ നമ്മുടെ അവതാർ സിനിമയിലെ ഈ കാടൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു സ്ഥലം. ഒരു പ്രത്യേക ഭംഗി ഈ മരങ്ങൾക്കൊക്കെ. ഈ മരത്തിലൂടെയൊക്കെ നടന്നു പോകാവുന്ന പോലെയുള്ള ഒരു ശിഖരങ്ങളൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച. അത് മനോഹരം തന്നെയാണ് കേട്ടോ, അവതാർ കാഴ്ച. ഇവിടെ ഈ മലഞ്ചെരുവിൽ കാണുന്ന ആദ്യത്തെ ലഖാങ്കാണ് ഇത്, ആദ്യത്തെ ഒരു ചെറിയൊരു അമ്പലം. ഇതാണ് അടുത്ത വ്യൂ പോയിന്റ്. അവർ പരിശുദ്ധമായി കാണുന്ന ഈ അമ്പലത്തിൻ്റെ പരിസരം ബഹുമാനത്തോടെ കാണണമെന്നും അതിന് യോജിച്ച വസ്ത്രങ്ങൾ ധരിക്കണമെന്നുമാണ് ബോർഡിൽ പറഞ്ഞിരിക്കുന്നത്. വഴിയിൽ സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന നായ്ക്കൾ ശാന്തമായി ഉറങ്ങുന്നു. അവർക്കും കാണും ഈ മല കയറി വന്ന ക്ഷീണം, അതുകൊണ്ടാണ് ഈ ഉറക്കം. ടൈഗർ നെസ്റ്റിൻ്റെ വ്യൂ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ആദ്യത്തെ വ്യൂ ഇവിടെ നിന്നാണ് കിട്ടുന്നത്, അടുത്ത വ്യൂ. അതുകൊണ്ട് ഇവിടെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. ഇതിന് തൊട്ടടുത്തുള്ള മറ്റൊരു അമ്പലത്തിൻ്റെ ഭാഗമാണിത്. ആഹാ, കുത്തനെയുള്ള ഈ മലം ചെരുവിലാണ് ഈ ടൈഗർ നെസ്റ്റ് നിൽക്കുന്നത്. ഇവിടെ എത്തിയാൽ ഫോട്ടോ എടുക്കാതെ പോകുന്ന ഒരാൾ പോലുമില്ല. അതുകൊണ്ട് ഞാനും ബാബുവൊക്കെ ഇവിടെ ചെറുതായി ഒന്ന് പോസ്റ്റ് ചെയ്തു. ഇവിടെ നിന്ന് ഇനി പടവുകൾ ഇറങ്ങണം, അതാണ് അടുത്ത പരിപാടി. ഇറങ്ങിയിട്ട് കയറണം. ഓസ്ട്രേലിയൻ മോങ്സ് വരുന്നുണ്ട്. വളരെ അടുത്ത് കൊണ്ടിരിക്കുകയാണ്, ടൈഗർ നെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മൊണാസ്ട്രി കൂടിയാണ്. ഇവിടുത്തെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. തൊപ്പി ധരിക്കാൻ പാടില്ല, ഷോർട്ട്സ് ധരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ അത്യാവശ്യം കോളറുള്ള ഡ്രസ്സ് ഇടണം എന്നതൊക്കെയാണ് ഇവിടുത്തെ ചില പ്രത്യേകതകൾ. പാൻസ് ഇടാം, കുഴപ്പമില്ല. ഹാറ്റ്സ്, തൊപ്പി ധരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ട്രൗസേഴ്സ്, ഷോർട്ട്സ് ഒന്നും ധരിക്കാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ ഇവിടെ എത്താറായപ്പോൾ നല്ല സുഖം തോന്നുന്നുണ്ട്, നല്ല റിലാക്സേഷനുണ്ട്. അങ്ങനെയാണല്ലോ, കുറേ നടന്ന് നമ്മൾ കയറ്റം കയറി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇറങ്ങുമ്പോൾ ഒരു നല്ല സന്തോഷം ഉണ്ടാവും. അപ്പോൾ ആ സന്തോഷത്തിലാണ് ഞാനും നമ്മുടെ ടീമൊക്കെ. ഭൂട്ടാൻ്റെ പരസ്യങ്ങളിലെല്ലാം കാണുന്ന ഫോട്ടോ ഇവിടെ നിന്നുള്ളതാണ്, ടൈഗർ നെസ്റ്റിൻ്റെ ഫോട്ടോ. എത്ര ഭംഗിയാണല്ലേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ ഇത്ര നേരം അന്വേഷിച്ച് വന്ന ടൈഗർ നെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ എത്തിക്കഴിഞ്ഞു. എത്തിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞെങ്കിലും വീണ്ടും ഒരു പടവുകളുടെ വലിയ നിര തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒരുപാട് ഇറങ്ങിപ്പോകുന്നുണ്ട്.
അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് അപ്പുറത്തെ മലയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജും ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ ബ്രിഡ്ജ് കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് ചെല്ലാനായിട്ട്. വഴി ഇനിയും കിടക്കുന്നുണ്ട് എന്നർത്ഥം. അവിടെ തിരിച്ചു വരുന്ന ആളുകളാണ് വടിയൊക്കെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ പതുക്കെ കയറി വരുന്നവർ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്ര തന്നെയാണ് ഇത്, ഒരു സംശയമില്ല. ഏകദേശം 3 മണിക്കൂർ എടുക്കും നമ്മൾ അങ്ങോട്ട് നടന്നെത്താനായിട്ട്. അതുപോലെ തന്നെ അത്ര തന്നെ തിരിച്ചും നമ്മൾ നടക്കേണ്ടി വരും. പിന്നെ നമ്മളുടെ റെസ്റ്റും ഭക്ഷണമൊക്കെ ആവുമ്പോൾ ഒരു ദിവസം മുഴുവൻ തന്നെ ഈ ഒരു ടൈഗർ നെസ്റ്റിൻ്റെ കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വരും. എന്തായാലും വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാണ് നമ്മൾ തിരിച്ചെത്തുക. പ്രായമായവരും അല്ലാത്തവരുമൊക്കെ ഇതിന് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. പ്രായമൊന്നിനും തടസ്സമൊന്നുമല്ല, മനസ്സാണ് പ്രധാനം. ഇവിടെ ഇപ്പോൾ നമ്മൾ ആ 2 മലകളെ ബന്ധിപ്പിക്കുന്ന ആ ഒരു പാലത്തിനടുത്ത് എത്തിക്കഴിഞ്ഞു. അതിനടുത്ത് ഒരു ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട്. അത് കാണാനാണ് ആളുകൾ ഇങ്ങനെ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത്. ഈ സ്ഥലത്തെ പൊതുവെ വിശേഷിപ്പിക്കുന്നത് കോപ്പർ കളേർഡ് മൗണ്ടൻ എന്നാണ്. അതുപോലെ പാരഡൈസ് ഓഫ് പത്മസംഭവ എന്നും ഈ ഭാഗത്തെ വിളിക്കുന്നുണ്ട്. 60 മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് വീഴുന്നത്, അല്ലെങ്കിൽ 200 ഫീറ്റാണ് ഈ വാട്ടർഫാൾസിൻ്റെ ഹൈറ്റ് എന്ന് പറയാം. ഈ ക്ഷേത്രത്തിൽ ഗുരു മെഡിറ്റേറ്റ് ചെയ്ത ഗുഹയുണ്ടല്ലോ, അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പബ്ലിക്കിന് തുറന്നു കൊടുക്കുന്നത്. ഇനി ഈ വാട്ടർഫാൾസിൻ്റെ മുന്നിലായിട്ട് ഞാനും ബാബു നിൽക്കുന്നുണ്ട്. ബാബു അങ്ങോട്ട് ഇരുന്നിട്ട് ആണ് ഫോട്ടോ എടുക്കുന്നത്. ഇതാണ് ഈ വാട്ടർഫാൾസ്. ഈ മലയുടെ അടുത്ത് നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത്, നമ്മളുടെ ടൈഗർ നെസ്റ്റ്. ഇത് പണിയാനായിട്ട് അദ്ദേഹം എന്തോരം കഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. പക്ഷേ ഈ മല നിങ്ങൾ കണ്ടേ, ഇതിൻ്റെ ഒരു സൈസ്. ഇതിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ പോകുകയാണ് കേട്ടാ. എത്ര ഹൈറ്റിലാണെന്ന് നോക്കിയേ. അയ്യോ, ഞാനിങ്ങനെ മൊത്തം ചെരിച്ച് പിടിച്ചിരിക്കുകയാണ് ക്യാമറ. ഇത്രയും ഹൈറ്റിലാണ്. ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണണം, അല്ലാതെ ക്യാമറയ്ക്കുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. സമ്മതിക്കണം, അല്ലയോ? ഏകദേശം ആൾമോസ്റ്റ് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. ഇതിൻ്റെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലത്തിനകത്തേക്ക് ഒന്നും തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. ക്യാമറയോ അതല്ലെങ്കിൽ മൊബൈൽ ഫോണോ നമ്മുടെ ലഗേജോ ഒന്നും തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊക്കെ അവിടെ വെക്കേണ്ടി വരും. ഏകദേശം മുകളിലെത്തി താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ആ പടവുകളും അവിടെ നിന്ന് ആ വെള്ളച്ചാട്ടവും ഒക്കെ നമുക്കിങ്ങനെ ഇവിടുന്ന് വളരെ മനോഹരമായിട്ട് കാണാനായിട്ട് കഴിയും. കുറച്ച് പടവുകൾ കൂടി മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിന് തൊട്ട് മുൻപിലെത്തും. കുറച്ച് പടവ് കൂടിയേ ഉള്ളൂ. കാലൊക്കെ ഏകദേശം കുഴഞ്ഞു തുടങ്ങി, കാലിൻ്റെ മസിലൊക്കെ നല്ല പെയിനാണ്. പിന്നെ എന്താണെങ്കിൽ 70-80 വയസ്സായ ആളുകളൊക്കെ ഈ മല കയറുന്നത് കാണുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു നാണം തോന്നും. ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള അതിൻ്റെ പൂമുഖത്ത് അല്ലെങ്കിൽ അതിൻ്റെ വരാന്തയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. മറ്റാളുകൾ കൂടി കയറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇന്ന് ഒരുമിച്ചാണ് ഇത് അമ്പലത്തിനകത്തേക്ക് കയറാൻ പോകുന്നത്. ഇവിടെ ബാഗും നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെ സൂക്ഷിക്കാൻ കൊടുക്കണം. വെള്ളം കുപ്പി മാത്രമാണ് അകത്തേക്ക് കൊണ്ടുപോകുവാനായിട്ട് അനുവദിക്കുന്നത്. ഇവിടുത്തെ ബുദ്ധമത സ്ഥാപകനായ ഗുരു റിംപോച്ചയുടെ ഭൗതിക അവശിഷ്ടങ്ങളും അവർ മെഡിറ്റേറ്റ് ചെയ്ത സ്ഥലവും അതുപോലെ തന്നെ അവരുടെ വലിയ പ്രതിമകളും എല്ലാം കണ്ട് അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇതാ ഇവിടെ ഒരു ചേച്ചി ഇരുന്നിട്ട് വളരെ മനോഹരമായിട്ട് ഫ്ലൂട്ട് വായിക്കുകയാണ്. നമുക്കത് റെക്കോർഡ് ചെയ്യാനായിട്ട് ഞാൻ നോക്കി, പക്ഷേ ഇവിടുത്തെ ബഹളം കാരണം വളരെ ലേറ്റായിട്ടാണ് അത് കിട്ടിയുള്ളൂ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സുഷമാജി അത് ഇങ്ങനെ കേട്ട് ആസ്വദിച്ചുകൂടെ ഇരിക്കുന്നുണ്ട്. അമ്പലത്തിനകത്തെ കാഴ്ചകൾ നിങ്ങൾ കാണുമെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ ഭൂട്ടാൻ സന്ദർശിച്ച് ടൈഗർ നെസ്റ്റിലേക്ക് വരും. അപ്പോൾ അമ്പലത്തിൽ മനോഹരമായിട്ടുള്ള ഉൾക്കാഴ്ചകളൊക്കെ കാണാനായിട്ട് കഴിയും. അത് നമുക്കൊരിക്കലും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, മൊബൈലിൽ എടുക്കാൻ പറ്റില്ല.
പുറംകാഴ്ചകൾ മാത്രമാണ് നിങ്ങൾക്ക് തരാനായിട്ട് കഴിയുള്ളൂ. തിരികെ പോരുമ്പോൾ ചെറിയൊരു മഴ കിട്ടി കേട്ടോ. തിരിച്ചു വരുമ്പോഴേ കുറച്ച് മഴ ചാറുന്നുണ്ട്. അപ്പോൾ ഒരു കുടയെടുത്ത് നിർത്തി പിടിച്ചു. ഇവിടെ ഏത് സമയം മഴ പ്രതീക്ഷിക്കാമെന്ന് പറയുന്നത്. അതുകൊണ്ട് റെയിൻകോട്ട്, റെയിൻ ഗിയേഴ്സ്, ഇതൊക്കെ ജാക്കറ്റ്, ഇതൊക്കെ അല്ലെങ്കിൽ കുട, ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ കരുതുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഏത് സമയവും മഴ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. ഇവിടെ മേലെ നടക്കുന്ന പണികൾക്ക് വേണ്ടിയിട്ട് ഇവർ കല്ല് കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ്. വൺ ബൈ വൺ ആയിട്ട് ഇവർ വരുന്നുണ്ട് കല്ല്. എത്ര പ്രാവശ്യം ഇവർ നടക്കണം അതിൻ്റെ മുകളിലേക്ക്. Once more? Poonan. And you are from? I'm from Taiwan. Taiwan. Okay. Actually, we want to visit there. You want to visit We have Taiwan? already visited Thailand, Oh, but Taiwan back here. very near. Okay, yeah. Only for ourselves. Yeah. We will come soon. Definitely. തായ്വാൻ സ്വദേശിയായ ഈ പൂനം എന്ന് പറയുന്ന ചേച്ചി ലോകം മുഴുവൻ യോഗ പഠിപ്പിക്കാനായിട്ട് നടക്കുന്ന ആളാണ്. കേരളത്തിലും അവർ വന്നിട്ടുണ്ട്. കൊല്ലത്താണെന്ന് പറഞ്ഞത്. കൊല്ലം Actually, we are coming from South India. Okay. South India, Kerala. Okay, and usually we plan every year a tour. Okay, and year after year we visit different countries. Okay. That's So our this plan. year is Bhutan. This year Bhutan. Next When year we is are planning Taiwan or Dubai. A solo traveler. അവർ പറയുകയാണ് ലോകത്തെല്ലായിടത്തും അവർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2 മാസം അവർ ഇന്ത്യയിലുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം അവിടെ ഭൂട്ടാനിൽ വന്നിരിക്കുന്നത്. അവർ ഈ യോഗാഭ്യാസവും അതുപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ ക്ലാസ് എടുക്കുന്ന ആളാണ്. വളരെ ശാന്തമായിട്ട് ജീവിക്കുന്ന ഒരു ചേച്ചി. ഈ ചേച്ചി ആണ് അവിടെ ഫ്ലൂട്ട് വായിക്കുന്നത് നമ്മൾ കണ്ടത്. നേരത്തെ അവിടെ ഫ്ലൂട്ട് വായിക്കുന്നത് കണ്ടത് ഈ ചേച്ചിയാണ്. ഈ പ്രകൃതിയൊക്കെ സ്നേഹിച്ച് പ്രകൃതിയോടൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചേച്ചി. ഹായ് ചേച്ചി. Great. So nice to meet you. Nice to meet you. ഓക്കെ, വീണ്ടും നമ്മൾ പതാകയ്ക്ക് അരിയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഏത് ഏരിയയിൽ പോയാലും കാണാവുന്ന ഒരു കാഴ്ച ഇത് തന്നെയാണ് കേട്ടോ. നല്ല വർണ്ണ ഭംഗിയാണ്. വിവിധ വർണ്ണങ്ങളിൽ 5 വർണ്ണങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ള ഈ പതാകകൾ ഇതിങ്ങനെ കുറേ പഴകുമ്പോൾ ഇവർ വീണ്ടും കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ കെട്ടിവയ്ക്കും. അവരുടെ പ്രാർത്ഥനകൾ ഇങ്ങനെ കാറ്റിലിങ്ങനെ ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാറ്റ് വീശുമ്പോൾ മുഴുവൻ പ്രാർത്ഥനകളും അവരുടെ സങ്കല്പമനുസരിച്ച് അവരുടെ ദൈവത്തിൻ്റെ അടുത്ത് എത്തിച്ചേരും എന്നാണ് അവരുടെ വിശ്വാസം. ഏകദേശം 1:50 2 മണി ആവുന്നു. ഞങ്ങൾ തിരിച്ച് ഇവിടെ ഈ കഫറ്റേരിയയിൽ വന്നു. ഇനി ഇവിടുന്ന് താഴത്തേക്ക് പോകണം. അതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ലഞ്ച് എന്താ കിട്ടുന്നത് വെച്ചാൽ കഴിക്കണം. ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇവിടെ. ബുഫയ്ക്കൊക്കെ ഇവർ 720 പ്ലസ് GST അതൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും സ്നാക്സ് കിട്ടുകയാണെങ്കിൽ അത് മേടിച്ച് കഴിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ടൈഗർ നെസ്റ്റിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഭൂട്ടാൻ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ളോഗ്.